മല്ലു ഫാമിലിയിലെ പൊന്നൂസിൻ്റെ കോൺവക്കേഷൻ്റെ സമയത്ത് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലാണെങ്കിൽ ഒരുപാട് കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഈ BSSൻ്റെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല, അതുകൊണ്ട് പുറത്തു പോകാനും പറ്റില്ല, നല്ലൊരു ജോലി കിട്ടില്ല, നല്ലൊരു ശമ്പളം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ മല്ലു ഫാമിലി അവർ പ്രൊമോഷന് വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മുമ്പോട്ട് വന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഈ മല്ലു ഫാമിലി തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊമോഷൻ്റെ ഭാഗമായി ചെയ്തതല്ല, അത് ആ കുട്ടി പഠിച്ച് നേടിയതാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മല്ലു ഫാമിലിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, മോണിറ്റൈസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മല്ലു ഫാമിലിയിൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ യൂട്യൂബേഴ്സ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാ യൂട്യൂബേഴ്സും പലരും തന്നെ കൺവക്കേഷനൊക്കെ നടത്തുന്ന വീഡിയോസ് ഇടുന്നുണ്ട്. അവരൊന്നും ഇടുന്ന വീഡിയോയ്ക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് എന്താണ് ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചിട്ട്. മല്ലു ഫാമിലിനെ വെച്ചിട്ടാണ് പല ചെറിയ യൂട്യൂബേഴ്സും അവരുടെ ചാനൽ തുടങ്ങിയതും അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയതും പലരും പൈസ ഉണ്ടാക്കുന്നതും ഇപ്പം മല്ലു ഫാമിലിനെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. എല്ലാ യൂട്യൂബേഴ്സും കൺവക്കേഷനൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൺവക്കേഷൻ്റെ വീഡിയോ ഇട്ടതോ നിങ്ങൾ പഠിക്കാൻ പോയതോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതായത് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഒരു BSSൻ്റെ സർട്ടിഫിക്കറ്റിന് അത്ര വാല്യൂ ഇല്ല എന്നാണ് അത് പഠിച്ചിറങ്ങിയ പല കുട്ടികളും പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളെ കണ്ടിട്ട് ആരെങ്കിലും പോയിട്ട് ഇതേ സ്ഥലത്ത് പോയി ഇതേ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അത് വെറും വേസ്റ്റായി പോകില്ലേ? എല്ലാവരും എന്തിനാണ് പഠിക്കുന്നത്? ജോലി കിട്ടാനും നല്ല ശമ്പളം ഉണ്ടാവാനും ബെറ്റർ ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവാനും. നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ പണിയെടുത്തിട്ട് പൈസയൊന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. പിന്നെ നിങ്ങളെ കണ്ട് ആരും കണ്ണടച്ച് പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ചും ഇതിൻ്റെ വാല്യൂവിനെ പറ്റിയും ഒക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അതിനിപ്പോൾ ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും ചെറുത് നിന്ന് തന്നെയാണ് വലുതായിട്ടിരിക്കുന്നത്. 400 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ തന്നെയാണ് പിന്നെ 1 ലക്ഷവും 10 ലക്ഷവും ഒക്കെ സബ്സ്ക്രൈബേഴ്സായിട്ട് മാറിയിരിക്കുന്നത്. അതിലിപ്പോൾ ഇത്ര ചെറുതായിട്ട് പറയേണ്ട ആവശ്യമില്ല. നാട്ടുകാരുമല്ല നിങ്ങളുടെ അരമന രഹസ്യമൊന്നും അങ്ങാടി പാട്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണ്, അവരുടെ അഭിപ്രായമാണ് പറയുന്നത്, അവർക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞുകൂടെ? ഇപ്പോൾ ഫാമിലി വ്ളോഗ് ചെയ്യുന്നതാണെങ്കിലും എന്ത് വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരെയും ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ട് ആളുകളിങ്ങനെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കീറി മുറിക്കണമെന്നില്ല. ആളുകളെ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഓരോരുത്തർ അതും എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നത്.